ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് വാനിലയും ചോക്ലേറ്റും രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു മാർബിൾ കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനിവിടേക്ക് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയായി. ഇനി നന്നിട്ടൊന്ന് ബീറ്റ് ചെയ്ത് പതപ്പിച്ച് എടുക്കണം. നന്നായിട്ട് സ്പഞ്ച് കടിക്കുമ്പോൾ പ്രത്യേകത നന്നായിട്ട് എഗ്ഗ് ബീറ്റായിട്ട് നല്ല ഫ്ലഫിയായിട്ട് പൊങ്ങി വന്നാൽ മാത്രമേ നമ്മുടെ സ്പഞ്ചും നല്ല സോഫ്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ കാണുന്ന ആ വലിയ പതകളൊക്കെ ഇല്ലേ, വലിയ സൈഡിലൂടെ വലിയ പതകൾ, അതെല്ലാം പൊട്ടി ചെറിയ ബബിൾസ് ആവണം. ചെറിയ ബബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണൽ വാരിയിട്ട പോലെ പരുവം. ആ പരുവത്തിലായി നല്ല മുട്ട അടിച്ച് പതഞ്ഞ് പൊങ്ങി ബബിൾസ് എല്ലാം ഇല്ലാണ്ടാവുന്ന പരുവത്തിലാണ് നമ്മൾ പൊടികൾ, ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി എടുത്തു വച്ചിരിക്കുന്ന മിക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പം മുട്ട ഏകദേശം പകുതി ബീറ്റായി. ഇപ്പോൾ വലിയ പതകളെല്ലാം താന്നിട്ടുണ്ട്, കണ്ടോ. വലിയ ബബിൾസ്, വലിയ കോമളകളെല്ലാം മാറി ആ പതകളെല്ലാം ചെറുതാവാൻ തുടങ്ങി. കുറച്ചുകൂടി ഒന്ന് പതപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും, കണ്ടോ. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ മുട്ട പതപ്പിച്ച് എടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കേക്ക് ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ടവറിൻ്റെ റിച്ച് കേക്ക് ജെല്ലാണ്. അത് 1 ടീസ്പൂൺ, അതായത് 8 ഗ്രാമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കൂനകൂട്ടി എടുക്കാമെന്ന് പറയത്തില്ലേ, അതിലേക്ക് നമ്മളെ കേക്കിൻ്റെ പൊടി, ഡ്രൈ ഇൻഗ്രീഡിയൻസായ മൈദയും പഞ്ചസാരയും എല്ലാം കൂടിയുള്ള മിക്സാണിത്. അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് നമ്മുടെ ബീറ്റർ ഓണാക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീറ്റർ ഓണാക്കാതെ തന്നെ, അതായത് ഈ പൊടി പെട്ടെന്ന് പറന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അത് ബീറ്ററുണ്ട് ഒന്നേലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഓവറായിട്ട് നമ്മൾ മിക്സ് ചെയ്യരുത്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന്. ഇനിയിപ്പോൾ നോക്കണമെങ്കിൽ സ്പാച്ചിലുണ്ടൊന്ന് വടിച്ച് കോരി എടുത്താൽ മതി. ഒന്നിലിട്ടൊന്ന് മിക്സ് ആക്കുക. ബാക്കിയൊക്കെ നമുക്ക് മിക്സ് ആക്കി സൈഡിലുള്ള പളകളൊക്കെ ഇല്ല, അതൊക്കെ ഒന്ന് മിക്സ് ആക്കണമെങ്കിൽ സ്പാച്ചിൽ തന്നെ വേണം. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്പാച്ചിൽ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പാച്ചിലുണ്ട് അതിൻ്റെ സൈഡ് ഫുള്ള് നമുക്കൊന്ന് തൂത്ത് വരിയെടുക്കാം. കണ്ടോ, അടിയിൽ മിക്സ് ആവാത്തതുണ്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ വടിച്ചൊഴിക്കുമ്പം ഈ കേക്കിൻ്റെ നടുക്ക് ഭാഗത്ത് വീണ് കഴിഞ്ഞാൽ കേക്ക് താഴ്ന്നു പോകുന്നത്, പൊങ്ങാതെ പോലെയൊക്കെ ചെയ്യത്തില്ലേ. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ തേച്ച് കണ്ടോ കട്ടർ ഫോൾഡാക്കി എടുക്കുമ്പോഴേക്കും നമുക്ക് ഫുള്ളായിട്ട് മിക്സായിട്ട് വരും. കണ്ടോ, ക്ലിയറായിട്ട് നമ്മൾ സ്പാച്ചിലയും കറങ്ങുന്നുണ്ട്, അതിനൊപ്പം തന്നെ നമ്മളുടെ ബൗളും കറങ്ങുന്നുണ്ട്. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് തേച്ച് എടുക്കുക. കണ്ടോ. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് നമുക്കിത് നമ്മളുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ അതിനോട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിതിൻ്റെ ഒപ്പം തന്നെ നമുക്കിനി ചോക്ലേറ്റിൻ്റെ പൊടി മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ ഫുൾ അങ്ങോട്ട് നിരന്നുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ 8 ഇഞ്ചിൻ്റെ പാത്രം എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ചോക്കോ ചിപ്സ്, ബ്ലാക്ക് ചോക്കോ ചിപ്സ് നിരത്തിയിട്ട് കൊടുക്കുകയാണേ. വൈറ്റിലാകുമ്പോൾ അറിയാൻ വേണ്ടിയാണ്, ബ്ലാക്കിലാകുമ്പോൾ അറിയത്തില്ല, വൈറ്റിലാകുമ്പോൾ കാണാൻ പറ്റും. ഇനി നമുക്ക് മാറ്റി വെച്ച് നമുക്ക് അടുത്ത മുട്ട എടുത്ത് ബീറ്റ് ചെയ്യാം പഴയ പോലെ തന്നെ. ഇപ്പോൾ അതിൻ്റെ കേക്കിൻ്റെ ബോൾ എടുത്തിട്ട് അല്പം വൃത്തിയാക്കി എടുത്തിട്ടൊന്ന് മാത്രമേ ഉള്ളൂ, കഴുകാൻ പോയിട്ടില്ല ഞാൻ. അപ്പം മുട്ട എടുത്തു, മുട്ട ബീറ്റ് ചെയ്യുന്നു. സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അവിടെ വൈറ്റ് മിക്സ് ഉപയോഗിച്ച് നമ്മളിവിടെ ചോക്ലേറ്റിൻ്റെ മിക്സ് ഉപയോഗിക്കുന്നത് മൈദയും പഞ്ചസാരയും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. മൈദ എടുക്കുമ്പം 1 കപ്പ് മൈദ എടുക്കുന്നതെങ്കിൽ 1 കപ്പ് മൈദയിൽ നിന്ന് എത്ര ടേബിൾ സ്പൂൺ മൈദ മാറ്റുന്നോ അത്രയും ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നമുക്ക് ചേർക്കാം. ചില ആൾക്കാർ 250 ഗ്രാമിൽ 50 ഗ്രാം കൊക്കോ പൗഡർ കയറ്റും, 50 ഗ്രാം മൈദ മാറ്റാറുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. കറുപ്പിൻ്റെ രുചി, ചോക്ലേറ്റിൻ്റെ രുചി ഇഷ്ടമുള്ളവർക്ക്, കയ്പ്പ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, അല്ലാത്തൊരു 1 ടേബിൾ സ്പൂൺ ആയാലും മതി. മനസ്സിലായോ? ആ രീതിക്ക് നമുക്ക് കൊക്കോ പൊടി ആഡ് ചെയ്ത് മൈദ മാറ്റി എടുക്കണം. കണ്ടോ, ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. നമ്മൾ ആ പാത്രത്തിൽ ഒരു പ്രാവശ്യം എടുത്ത പാത്രമായതുകൊണ്ടാണ് മുട്ട പ്ലഫി ആവാത്തത്.
മനസ്സിലായോ? ഒരു പ്രാവശ്യം എടുത്ത എന്ത് സാധനങ്ങളും പാത്രമാണെങ്കിലും നമ്മുടെ ബീറ്ററാണെങ്കിലും ഒക്കെ നമ്മൾ കഴുകി തുടച്ച് മാത്രം എടുക്കാവുള്ളൂ. ഒരിക്കലും നമ്മൾ ഒരു എടുത്ത പാത്രത്തിലേക്ക് നമ്മൾ വേറെ ഡവ് ഉപയോഗിക്കാൻ പാടില്ല, ബീറ്റ് ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അതോട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ കണ്ടോ, മുട്ട അത്ര ഫ്ലഫി ആയിട്ടില്ല, ആദ്യത്തെ അത്ര ഫ്ലഫി ആയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ആ പാത്രത്തിൽ നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതും പഴയതുപോലെ തന്നെ ഒരു ജസ്റ്റ് ഓണാക്കാതെ ബീറ്ററുണ്ട് ഇളക്കി മാറ്റി ഇനി നമുക്ക് സ്പാച്ചില കൊണ്ട് യോജിപ്പിച്ചെടുക്കാം. ഇന്നത്തെ പാചകം ചെയ്യുന്ന ഫുള്ള് എൻ്റെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ, ഗൗരി ശങ്കറാണ് ഇന്നത്തെ കേക്ക് ചെയ്യുന്നത്. അവൾക്ക് ഇന്നൊരു കേക്ക് വേണമെന്ന് പറഞ്ഞപ്പം തന്നെത്താൻ ചെയ്യാൻ പറഞ്ഞു. അതാ ഞാൻ ആളെ കാണിച്ചു തരാം. ഇതാണ് ഗൗരി ശങ്കർ. ഞങ്ങൾ ശങ്കരി എന്ന് വിളിക്കും. നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചേർത്തലയിൽ ചാരി പള്ളിയിലുള്ള പ്രതീക്ഷ സ്കൂളിൽ പഠിക്കുന്നു. ചെയ്തോളും, എല്ലാ കേക്കും ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. കണ്ടോ? അപ്പോൾ നമ്മൾ അതിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇത് സ്പാച്ചിൽ കൊണ്ട് പതുക്കെ ഒന്ന് ജസ്റ്റ് യോജിപ്പിച്ച് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് നന്നായിട്ട് വടിച്ച് കൂട്ടിയെടുത്തിട്ട് നമുക്കിത് കട്ട് ആൻഡ് ഫോൾഡ് എടുക്കാം. കണ്ടാ തേക്കുമ്പോഴാണ് അടിഭാഗത്തുള്ള യോജിക്കാത്ത പൊടികളൊക്കെ യോജിച്ച് കയറുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി ബബിൾസ് കയറത്തുമില്ല. നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിഞ്ഞാൽ ഒത്തിരി ബബിൾസ് കയറും. കേക്ക് ഉള്ളിൽ പൊള്ളയായിട്ട് പൊന്തി വരുന്നത്. നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിരുന്ന വൈറ്റ് ബാറ്ററിൻ്റെ മീതിലേക്ക് കറക്കി ഒഴിച്ച് കൊടുത്തു ഞാൻ. കണ്ടോ? ഇപ്പോൾ 2 ലെയറായിട്ട് വന്നല്ലേ. താഴത്തെ വൈറ്റ് ലെയറും മുകളിൽ ബ്ലാക്ക് ലെയറായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് സിക്സാക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ആവുകയും കൂടി ചെയ്യും. അപ്പം നമുക്കൊന്ന് വയ്ക്കൊന്ന് സിക്സാക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇത് മുഴുവൻ ഒന്ന് വടിച്ചൊഴിച്ചിട്ട് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കണം. കണ്ടോ? ടാപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായി. ഇനി ഒന്ന് സിക്സാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം. ഞാൻ 160 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് ബേക്ക് ചെയ്യുന്നത്. അതുകൂടി കാണിച്ചേക്കാം. ഇതിങ്ങനെ ഒഴിച്ചിട്ട് ആ പാത്രത്തിൽ വടിക്കരുത്, ജസ്റ്റ് കൊട്ടി മാറ്റി വെച്ചുള്ളൂ കേട്ടോ. ഒരിക്കലും നമ്മുടെ പാത്രത്തെ കൊണ്ട് തൂക്കുകയോ സ്പാച്ചിലെ വടിക്കുകയോ ഒന്നും ചെയ്യരുത്. അവിടെ വെച്ച് കേക്ക് ഫ്ലോപ്പും ഓവനിൽ വെച്ചു. 40 മിനിറ്റായി. ഏകദേശം കേക്കൊക്കെ കുക്കായിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ടുകൂടി ഒന്ന് കാണിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നമ്മുടെ മാർബിൾ കേക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തനിച്ച് ചെയ്യാം കേട്ടോ. വാനില കേക്കായിട്ടും ചെയ്യാം, ചോക്ലേറ്റ് കേക്കായിട്ടും ചെയ്യാം, മിക്സായിട്ടും ചെയ്യാം. ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. കണ്ടോ? നല്ല സ്പോഞ്ചാ. ബൈ.